ജീവിതത്തിൽ സ്നേഹം ഒരു വിലപേശൽ ഉപകരണമായി മാറുമ്പോൾ അവിടെ ബന്ധങ്ങൾ അവസാനിക്കുകയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതൃസ്നേഹം എന്നത് ഉപാധികളില്ലാത്ത ഒരു സുരക്ഷിത താവളമായിരിക്കണം. അതൊരു കെണിയാകുമ്പോൾ കുട്ടിക്ക് സ്വയം സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും കൂടി ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം? ഇത്തരം നാർസിസ്റ്റ് സ്വഭാവത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? പ്രായോഗികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അതിനുള്ള ആദ്യ പടി തിരിച്ചറിയലാണ്. രക്ഷപ്പെടാനുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് സ്വയം വിദ്യാഭ്യാസം, അതായത് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നാർസിസ്റ്റിക് സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അവരുടെ തന്ത്രങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ വൈകാരികമായി വലിച്ചിഴക്കപ്പെടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു അതിര് നിശ്ചയിക്കണം. നമ്മളൊരു ബൗണ്ടറി വെക്കണം. അതായത് അവരുടെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു അതിർത്തി വെക്കണം. നിങ്ങളെ വേദനിപ്പിക്കുന്ന പെരുമാറ്റം അംഗീകരിക്കില്ല എന്ന ഉറച്ച, നമുക്ക് സ്വയമായിട്ട് ഇങ്ങനെ ഒരു വേദനിപ്പിക്കുമ്പോൾ ഞാൻ വേദനിക്കില്ല എന്നുള്ള നമ്മൾ നമ്മളോട് തന്നെ പറയണം. അവർ ഉറച്ച തീരുമാനമെടുക്കണം. നിങ്ങൾ എന്നെ വിമർശിക്കുകയാണെങ്കിൽ ഈ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് നാർസിസ്റ്റ് വൈകാരികമായ പ്രതികരണം നൽകുന്നത് ഒഴിവാക്കുക. അവർക്കൊരു പെട്ടെന്നുള്ള പ്രതികരണം കൊടുക്കാതിരിക്കുക. ഒരു ചാരനിറത്തിലുള്ള പാറ പോലെ വിരസമായിരിക്കുക. പ്രതികരണമില്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ താല്പര്യം കുറയും. പ്രതികരണമില്ലെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? നമ്മൾ കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, അത് അഡ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് അവർക്ക് അത്രമാത്രം മതി. അതാണ് അവർ വിജയിച്ചു എന്നുള്ളത് അവർക്ക് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരു ലോ കോണ്ടാക്റ്റിലേക്ക് നമ്മൾ എത്തുന്നു. സാധ്യമെങ്കിൽ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. പ്രത്യേക രീതിയിൽ അവരോട് ഇടപഴകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സഹപ്രവർത്തകയായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, സംഭാഷണങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഒതുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ തന്നെ വിശ്വസിക്കുക. ട്രസ്റ്റ് യുവർ റിയാലിറ്റി. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ യാഥാർത്ഥ്യബോധം തിരികെ കൊണ്ടുവരണം. ഇത് അവരുടെ കുഴപ്പമാണ്, എൻ്റേതല്ല എന്ന് സ്വയം പറയുക. നമ്മുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ എൻ്റെ കുറ്റമാണ് എന്ന് കണക്കാക്കി മദ്യപാനത്തിലേക്കും മറ്റു മയക്കുമരുന്നിലേക്കും പോകുന്നതിന് പകരം ഇത് എൻ്റെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമാണ്, അത് എനിക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ ഞാൻ തിരുത്താം, പക്ഷെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധതലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ് തെറാപ്പികളുണ്ട്. ഇതിന് മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. പ്രത്യാശയും ആത്മവിശ്വാസവും നൽകുന്ന ഒരു സന്ദേശത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, നാർസിസം എന്നത് ഇരുണ്ടതും വിഷലിപ്തമായ ഒരു ലോകമാണ്. ഒരു നാർസിസ്റ്റ് മറ്റൊരു നിയന്ത്രിക്കുന്നത് അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മൂല്യം നിങ്ങളെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത ഒരാളുടെ അഭിപ്രായത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ സത്യം ഇതെല്ലാം അംഗീകരിക്കാൻ നിങ്ങൾ സ്വയം അനുവദിക്കുക. ഇത്തരം വിഷലിപ്തമായ ഈ വലയുണ്ടല്ലോ, ഇതൊന്ന് പുറത്തു വരാനായിട്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം. അതിന് ധൈര്യവും സമയവും ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ അതിനെ അതിജീവിച്ച് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ വിഷയം കൂടുതൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നാർസിസ്റ്റ് എന്ന് പറയുന്ന സ്വഭാവ സവിശേഷതകളെ പറ്റി ഇനി നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പഠിക്കാനും ശ്രമിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.